ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇറ്റ്സ് ഫോർ മീ എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാഡമൻ പൗഡർ, അതായത് നമ്മുടെ ഏലക്കാപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കുക്കിംഗ് ആവശ്യത്തിനും ഏലക്കാപ്പൊടി നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ഏലക്കാപ്പൊടി എങ്ങനെ നന്നായി പൊടിച്ചെടുക്കാൻ പറ്റും എന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഏലക്കാപ്പൊടി നമ്മൾക്ക് എല്ലാവരും ചെയ്ത് നോക്കാറുണ്ട്. ഞാനും ഇതിൻ്റെ മുന്നിൽ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഏലക്കാപ്പൊടി പൊടിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായി പൊടിയാൻ കിട്ടില്ല. കാരണം അതിൻ്റെ തൊലി അത് ഇങ്ങനെ പൊടിയാതിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ പൊടിച്ചെടുക്കാം, നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ പൊടിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റ്സ് ഫോർ മീ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതിൽ തന്നെ ഏലക്കപ്പൊടി ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് എനിക്ക് പൊടിച്ച് കാണിച്ചു തരാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടി ഞാൻ ഏലക്കപ്പൊടി ഇട്ട് പൊടിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഏലക്കാപ്പൊടി പൊടിച്ചപ്പോൾ അതിങ്ങനെ നമുക്ക് ഒരു തരിയായിരിക്കാം. ഇനിയാണ് ഇതിൻ്റെ മാജിക്. എങ്ങനെ നമുക്ക് കറക്റ്റാക്കി പൊടിയാക്കി എടുക്കാം. അതിന് ഞാൻ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാൻ പോകുന്നു. ഈ ഏലക്കാപ്പൊടി സാധാരണ ഏലക്കാപ്പൊടി വറുത്തെടുത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ വറുത്തെടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതിന് ആ ഒരു മണം കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര പൊടി ചേർക്കുകയാണ്. നമ്മൾ സാധാരണ ഏലക്കാപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പായസം ഉണ്ടാക്കാനും അതിനൊക്കെയാണല്ലോ. അപ്പോൾ ഇതിൽ പഞ്ചസാര ഉണ്ടാകുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ പൊടിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഏലക്കപ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് അരിപ്പയിലെടുത്ത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിനെ അരിപ്പയിലേക്ക് എടുത്ത് അരിച്ചെടുക്കാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏലക്കപ്പൊടി. അപ്പോൾ ഇതിനെ നിങ്ങളെല്ലാം ഒന്ന് ഏലക്കപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ, കാരണം നമ്മുടെ വീട്ടിലെ എല്ലാ പാചകങ്ങൾക്കും നമുക്ക് ഏലക്കപ്പൊടി ആവശ്യമാണ്. അപ്പോൾ ഏലക്കപ്പൊടി ആവശ്യമുള്ളത് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ നന്ദി. നമസ്കാരം.